എല്ലാവർക്കും നമസ്കാരം. റെയിൻബോ ഓർച്ചാഡ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചില്ലി ചിക്കൻ ഉണ്ടാക്കി നോക്കിയാലോ. ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ചെറിയ കഷ്ണങ്ങളാക്കിയ ചിക്കനിലേക്ക് കാശ്മീരി ചില്ലി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മൈദ, കോൺഫ്ലോർ, സോയാ സോസ്, ഉപ്പുപൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു മുട്ട എന്നിവ ചേർത്ത് നമുക്ക് ഇളക്കി മാറ്റി വെക്കാം. ഇനി ഒരു കടായി അടുപ്പത്തിട്ട് വെച്ച് ഓയിൽ ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ചിക്കൻ ഓരോ പീസുകളായി അതിലിട്ട് നല്ലതുപോലെ വറുത്ത് കോരിയെടുക്കുക. ഇനി ചില്ലി ചിക്കൻ ആവശ്യമായ വെജിറ്റബിൾസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനായി സവാളയും ക്യാപ്സിക്കവും കുറച്ച് വലുതായിട്ടും അരിഞ്ഞെടുക്കാം. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞതും, സെലറിയോ സ്പ്രിംഗ് ഓണിയനോ നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക് ചിക്കൻ വറുത്ത കടായിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ വഴറ്റാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയെ ചേർത്ത് ഒന്ന് വാടിയതിന് ശേഷം ക്യാപ്സിക്കവും ചേർക്കാം. സവാളയും ക്യാപ്സിക്കും ഒന്ന് വാടി വന്നു കഴിയുമ്പോൾ നമുക്ക് പിരിയമുളക് പൊടി, നിങ്ങളുടെ കയ്യിൽ ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. പിന്നെ അതിലേക്ക് സോയാ സോസും ടൊമാറ്റോ സോസും ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. അതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് കൊടുക്കാം. ഇനി ഗ്രേവിക്ക് ആവശ്യമായ ചിക്കൻ സ്റ്റോക്ക് കൂടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും കുറച്ച് പഞ്ചസാരയും ചേർക്കാം. കുറച്ച് കോൺഫ്ലോർ വെള്ളത്തിൽ നന്നായി കലക്കിയിട്ട് അതിൽ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഗ്രേവി നല്ല തിക്കായി വരും. ഇനി വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ആവശ്യത്തിന് സെലറിയോ സ്പ്രിംഗ് ഓണിയനോ ചേർത്ത് നമുക്ക് അലങ്കരിക്കാം. നമ്മുടെ ചില്ലി ചിക്കൻ റെഡി. ഇനി നമുക്ക് മറ്റൊരു കടായിലേക്ക് മാറ്റാം. ഇരുമ്പ് പാത്രത്തിൽ വെച്ചിരുന്ന ചിലപ്പോൾ അതിൻ്റെ കളറും ടേസ്റ്റും മാറാൻ സാധ്യതയുണ്ട്.
ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.